ഒടുവിൽ ഗതാഗത മന്ത്രി CP ജോൺ നയം വ്യക്തമാക്കി. തീ പറത്തുന്ന മോഡിഫിക്കേഷൻ വേണ്ട, ശബ്ദവും വെളിച്ചവും കൂടരുത്, ഡ്രൈവർമാർ സ്വയം നിയന്ത്രിക്കണം. സംസ്ഥാനത്ത് വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഉപാധികളോടെ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. സുരക്ഷ അവഗണിച്ചും ശബ്ദവും വെളിച്ചവും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതുമായ മോഡിഫിക്കേഷൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ 100 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മിതമായ പരിഷ്കാരങ്ങളാകാം. ശബ്ദവും വെളിച്ചവും പുറത്തേക്ക് വരുന്ന തീ പറത്തുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പാടില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നയം. മോഡിഫിക്കേഷനുകൾ നടത്തുന്നവർ സ്വന്തമായി ഒരു പരിധി നിശ്ചയിക്കണം. തെറ്റുകളിൽ വലുത് ചെറുത് എന്ന് നോക്കാൻ കഴിയില്ല. എല്ലാ തെറ്റും തെറ്റ് തന്നെയാണ്. മോഡിഫിക്കേഷൻ അതിന് ചുമത്തേണ്ട ചാർജുകളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. കൊട്ടാരക്കരയിൽ ടിപ്പർ ലോറി അപകടത്തെ പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കും. ടിപ്പർ ലോറികൾക്ക് സമയനിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലും പെർമിറ്റ് റദ്ദാക്കുന്നതടക്കമുള്ള കർശന നടപടികളിലേക്ക് കടക്കും. ടിപ്പറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലാത്ത സമയത്താണ് കൊട്ടാരക്കരയിൽ അപകടമുണ്ടായത്. 2-3 മണിക്കൂർ അധികം നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അവർ ബാക്കിയുള്ള സമയത്ത് ഇപ്പോഴത്തേതിലും കൂടുതൽ മരണപ്പാച്ചിലാകും നടത്തുന്നു. അത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കുകയുള്ളൂ. പകരം കടുത്ത നടപടികൾ എടുക്കണം. ഡ്രൈവർമാർ സ്വയം നിയന്ത്രിച്ചാൽ മാത്രമേ അത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുള്ളൂ. വാഹനങ്ങൾക്ക് രൂപമാറ്റം അനുവദിച്ചുവെന്ന തെറ്റായ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. അത് സത്യമല്ല.